ചെടിക്കടയിൽ കയറി വളം വാങ്ങലും കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, വേനൽക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തണ്ണിമത്തൻ വാങ്ങൽ പതിവാണ് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതല്ലേ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ തന്നെ 2 തരം, പിന്നെ ഓറഞ്ച്, ആപ്പിൾ, അതുപോലെ മറ്റേ വേറെന്തോ ഒരു പച്ച കളറിൽ ആപ്പിൾ പോലൊരു സാധനം ഉണ്ടല്ലോ, എന്തോ അതിന് വേറെന്തോ പേര് പറയുമോ അതെനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ പഴം, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ രുചിച്ച് നോക്കാത്ത സാധനങ്ങളാണ് മിക്കവാറും സാധനങ്ങൾ അതിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനൊരു തണ്ണിമത്തനൊക്കെ എടുത്തു. അപ്പോൾ ഉള്ളതിൽ നോക്കിയിട്ട് നല്ലതൊന്നും നോക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ തന്നെ ഞാൻ വേണമെന്ന് പറഞ്ഞ തണ്ണിമത്തൻ തന്നെ നേരെ എടുത്തിട്ടുണ്ട്. അങ്ങനെ വേഗം തണ്ണിമത്തനൊക്കെ തൂക്കം നോക്കി. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടിയാണല്ലോ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നമ്മുടെ ശ്രീകുട്ടിയുടെ സ്വഭാവം ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വന്ന പാടെ അവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ആവശ്യമായിട്ടോ. അങ്ങനെ അവൾക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടും വാങ്ങി. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതുവരെ ആ ഒരു സാധനം കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വാങ്ങുന്നുണ്ടല്ലോ, നമുക്ക് ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഒരൊറ്റ എണ്ണമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിന് ആരും അങ്ങനെ അത്ര വലിയ നല്ല അഭിപ്രായമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി, നമ്മുടെ ശ്രീകുട്ടിക്ക് മാത്രം മതിയല്ലോ വിചാരിച്ചിട്ട്. പിന്നെ നേരെ വന്ന് കുറച്ച് അല്ലറ ചില്ലറ പലചരക്ക് സാധനം വാങ്ങാണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു പുട്ടുപൊടി, അതുപോലെ പഞ്ചസാരയും, പിന്നെ എന്താ കുറച്ച് നേന്ത്രപ്പഴവും അങ്ങനെയൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.